ടോപ്പ് ട്യൂഷൻ്റെ 9th സ്റ്റാൻഡേർഡ് കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. ചാപ്റ്റർ 1 സ്ട്രക്ചർ ഓഫ് ആറ്റം. ഇതിലെ ലെറ്റസ് ആസ് എ സെക്ഷൻ നമുക്ക് ഇന്ന് കവർ ചെയ്യാം. ക്വസ്റ്റ്യൻ: കാഥോഡ് റേസ് എക്സ്പെരിമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത ചില ഒബ്സർവേഷൻസ് നമ്മളായിട്ട് ഷെയർ ചെയ്തിട്ട് ആ ഒബ്സർവേഷനിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, അതിൻ്റെ റീസൺ എന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഈ കാഥോഡ് റേ എക്സ്പെരിമെൻറ്റ് ഇതൊരു ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് ആണ്. ഇവിടെ ഈ ഡിസ്ചാർജ് ട്യൂബിൽ ലോ പ്രഷറാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇവിടെ. ഇനി ഇത് കാഥോഡ്, ആനോഡ്. ഇനി ഇതാണ് കാഥോഡ് റേസ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ഒബ്സർവേഷൻ, ഈ കാഥോഡ് റേയുടെ പാത്തിൽ ഒരു പാഡിൽ വീല് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീല് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അതിൻ്റെ കാരണം എന്തായിരിക്കും? അതിൻ്റെ കാരണം ഈ കാഥോഡ് റേസിന് മാസ് ഉണ്ട്. അതുകൊണ്ട് ഈ പാഡിൽ വീല് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാനുള്ള ഫോഴ്സ് കൊടുക്കാനായിട്ട് ആ കാഥോഡ് റേസിന് പറ്റുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് കാഥോഡ് റേസിന് മാസ് ഉണ്ട്. നെക്സ്റ്റ് ഒബ്സർവേഷൻ പറഞ്ഞിരിക്കുന്നത്, ഈ കാഥോഡ് റേയുടെ പാത്തിൽ ഒരു ഒബ്ജക്റ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ ഷാഡോ നമുക്ക് കിട്ടും. ഇതിൽ നിന്നും എന്താണ് നമ്മൾ ഇൻഫർ ചെയ്യുന്നത്? കാഥോഡ് റേ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെയാണ് സഞ്ചരിക്കുന്നത്. കാരണം സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ സഞ്ചരിക്കുന്ന ആ റേസിനെ ബ്ലോക്ക് ചെയ്തിട്ട് ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ പാത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഷാഡോ നമുക്ക് ഫോം ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ കാഥോഡ് റേസും സ്ട്രെയിറ്റ് ലൈനിൽ കൂടെയാണ് സഞ്ചരിക്കുന്നതെന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. This shows that cathode rays travel in straight lines. തേർഡ് ഒബ്സർവേഷൻ പറഞ്ഞിരിക്കുന്നത്, ഈ കാഥോഡ് റേസിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിരിക്കുന്നു. അങ്ങനെ അപ്പോൾ ഈ കാഥോഡ് റേസ് ഈ പോസിറ്റീവ് പ്ലേറ്റിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്ത് വരുന്നതായിട്ട് ഒബ്സർവ് ചെയ്തിരിക്കുന്നു. അതിനുള്ള കാരണം എന്താണ്? കാഥോഡ് റേസിന് നെഗറ്റീവ് ചാർജാണ് ഉള്ളത്. അതുകൊണ്ടാണ് പോസിറ്റീവ് പ്ലേറ്റിലേക്ക് അട്രാക്റ്റ് ആയി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കി കാഥോഡ് റേസ് നെഗറ്റീവ് ചാർജാണ് ഉള്ളത്. ടോപ്പ് ട്യൂഷൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ക്വസ്റ്റ്യൻ: ഒരു ആറ്റം, അതിൻ്റെ ആറ്റമിക് നമ്പർ 16ഉം മാസ് നമ്പർ 32ഉമാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ആറ്റത്തിൽ ഹൗ മെനി ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആണ് പ്രസൻ്റ് ആയിരിക്കുന്നതെന്ന്. ആറ്റമിക് നമ്പർ 16 ആണ്. ആറ്റമിക് നമ്പറിൻ്റെ എമൗണ്ട് തന്നെയായിരിക്കും നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ആറ്റമിക് നമ്പർ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ആറ്റത്തിൽ ഇങ്ങനെയാണ്. ഇനി അപ്പോൾ നമുക്ക് 16 ആറ്റമിക് നമ്പർ എന്ന് തന്നിരിക്കുന്നത് കാരണം നമ്പർ ഓഫ് പ്രോട്ടോൺസും 16 ആണെന്ന് മനസ്സിലായി, ഇലക്ട്രോൺസും 16 ആണെന്ന് മനസ്സിലായി. ഇനി കാണേണ്ടത് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ഇവിടെ നമുക്ക് മാസ് നമ്പർ 32 തന്നിട്ടുണ്ട്. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ് 32. അപ്പോൾ 32 എന്ന് നമ്പർ ഓഫ് പ്രോട്ടോൺസ് കുറച്ചാൽ നമുക്ക് നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടും. ദാറ്റ് ഈസ് 32 മൈനസ് 16 ആണ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അപ്പോൾ ഈ ആറ്റത്തിൽ 16 ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് എല്ലാം 16 ആണ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഈ ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുക. അതായത് ഈ 16 ഇലക്ട്രോൺസ് ഉണ്ട് ഈ ആറ്റത്തിൽ. ഈ 16 ഇലക്ട്രോൺസ് എങ്ങനെയാണ് ഈ ആറ്റത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ പറയുന്നത്. ഫസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ, സെക്കൻഡ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ, അങ്ങനെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ എഴുതുക. ഈ 16 ആറ്റമിക് നമ്പർ ആയതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 286 എന്നാണ്. അതായത് n ആണ് ഈ ഒരു ഷെല്ലെന്ന് വെച്ചാൽ ആ ഷെല്ലിൽ 2n² ആണ് മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആ ഷെല്ലിന് എടുക്കാൻ പറ്റുക. അതായത് ഫസ്റ്റ് ഷെല്ലിൻ്റെ n 1 ആണ്. അപ്പോൾ 2n² എന്ന് പറഞ്ഞാൽ 2 × 1² ദാറ്റ് ഈസ് 2. അതായത് ഇന്നർ ഷെല്ലിൽ, അതായത് ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണ് മാക്സിമം പോസിബിൾ ആയിട്ടുള്ളത്. സെക്കൻഡ് ഷെല്ലിൽ എന്നിൻ്റെ വാല്യൂ 2 ആണ്. 2n² റൂൾ അനുസരിച്ച് 2 × 2², 2 × 4 8. അപ്പോൾ മാക്സിമം 8 ഇലക്ട്രോൺസ് ആണ് സെക്കൻഡ് ഷെല്ലിൽ എടുക്കാൻ പറ്റും. അതായത് 16 നിന്ന് 2 ഇലക്ട്രോൺ ഫസ്റ്റ് ഷെല്ലിൽ വന്നു, 8 ഇലക്ട്രോൺ സെക്കൻഡ് ഷെല്ലിൽ വന്നു, ബാക്കിയുള്ള 6 ഇലക്ട്രോൺ തേർഡ് ഷെല്ലിൽ വരും. തേർഡ് ഷെല്ലിൽ 2n² റൂൾ അനുസരിച്ച് മാക്സിമം 18 നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വെക്കാൻ പറ്റും. അങ്ങനെ 286 എന്നാണ് ഈ ആറ്റമിക് നമ്പർ 16 ഉള്ള ഈ ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഇലക്ട്രോൺ കോൺഫിഗറേഷൻ, ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ
വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ 286നെ ഒരു ഓർബിറ്റ് മോഡലിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, സെക്കൻഡ് ഷെല്ലിൽ 8, തേർഡ് ഷെല്ലിൽ 6. ഇതാണ് ഈ ആറ്റത്തിൻ്റെ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ക്വസ്റ്റ്യൻ: ഈ ആറ്റത്തിൽ KLM ഷെല്ലുകളിലാണ് ഇലക്ട്രോൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദീസ് ഷെൽസ് ഹാസ് ദ ഹയസ്റ്റ് എനർജി? ഏത് ഷെല്ലിനാണ്? നമ്മളോട് പറഞ്ഞു KLM ഷെല്ലാണ് ഈ ആറ്റത്തിലുള്ളത്. ഔട്ട് ഓഫ് ഈ KLM ഏതിനാണ് ഹയസ്റ്റ് എനർജി? എമ്മിനായിരിക്കും. അതായത് ന്യൂക്ലിയസിൽ നിന്ന് ദൂരം കൂടുന്തോറും എനർജിയുടെ ലെവൽ കൂടുകയാണ് ചെയ്യുന്നത്. നമുക്ക് KLM 1, 2, 3യുടെ വേറൊരു റെപ്രസെൻറ്റേഷനാണ് KLM. ഇന്നർ മോസ്റ്റിൽ നിന്ന് KLMN അങ്ങനെ ലെറ്റേഴ്സ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 1, 2, 3, 4 എന്ന് കൊടുക്കാം. ഇനി M ആണ് അപ്പോൾ ഈ ആറ്റത്തിൻ്റെ ഹയസ്റ്റ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഈ M ഷെല്ലിൽ ഇപ്പോൾ 3 ഇലക്ട്രോൺ ആണ് പ്രസൻ്റ് എങ്കിൽ ഇതിൻ്റെ ആറ്റത്തിൻ്റെ ആറ്റമിക് നമ്പർ എന്തായിരിക്കും? നമുക്കറിയാം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ നോക്കി 2, 8 അതായത് 2n² ഫോമിലാണ് ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നത്. ആദ്യത്തെ ഷെല്ലിൽ 2n² എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺസ് വരും. രണ്ടാമത്തെ ഷെല്ലിൽ 2n² എന്ന് പറഞ്ഞാൽ 2 × 2² മാക്സിമം 8 വരും. അതായത് ഇന്നർ ഷെല്ല് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് അടുത്ത ഷെല്ലിലേക്ക് ഈ ഇലക്ട്രോൺസ് പോകുള്ളൂ. ഈ ടോട്ടലുള്ള ഇലക്ട്രോൺസ് ആദ്യം ഇന്നർ ഷെല്ലിൽ വെക്കാൻ നോക്കും, അതിൽ നിന്ന് ബാക്കിയുള്ളതാണ് അടുത്ത ഷെല്ലിൽ വരിക. അങ്ങനെ അപ്പോൾ 2, 8 ഈ ആറ്റത്തിൽ മാക്സിമം M വരെ ഉള്ളൂ. ഈ എമ്മിൽ 3 ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറയുമ്പോൾ ഇന്നർ ഷെല്ലിൽ 2, 8, 3. അപ്പോൾ 2, 8, 3 എന്ന് പറയുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്? 13. നമ്പർ ഓഫ് പ്രോട്ടോൺസും 13 തന്നെയാണ്. അതായത് ആറ്റമിക് നമ്പർ 13. ഹൈസ്കൂളിൽ അക്കാഡമിക് എക്സലൻസിന് തയ്യാറാകുന്ന സ്റ്റുഡൻസിന് ഒരു സന്തോഷ വാർത്ത. ടോപ്പ് ട്യൂഷൻ്റെ എക്സ്പീരിയൻസ്ഡ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് എക്സെപ്ഷണൽ അക്കാഡമിക് കോച്ചിങ് നൽകുന്നു. റെഗുലർ ക്ലാസ്സുകൾക്ക് പുറമെയുള്ള ടോപ്പ് ട്യൂഷൻ്റെ വീഡിയോ നോട്ട്സുകളും റെഗുലർ ടെസ്റ്റുകളും നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യുന്നു. ഞങ്ങളുടെ സ്മോൾ ബാച്ച് സൈസ് സ്റ്റുഡൻസിന് ഇൻഡിവിജ്വൽ അറ്റൻഷൻ എൻഷുർ ചെയ്യുന്നു. ടോപ്പ് ട്യൂഷൻ്റെ എക്സാം റിവിഷൻ, എക്സാം പ്രിപ്പറേഷൻ എന്നിവയിലൂടെ നിങ്ങൾക്ക് ഉയർന്ന മാർക്ക് സ്കോർ ചെയ്യാം. ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുവാൻ ഇന്ന് തന്നെ വിളിക്കൂ. 8006066363. ഈ ക്വസ്റ്റ്യൻ്റെ ഒരു കണ്ടിന്യൂഷൻ ക്വസ്റ്റ്യൻ ആണിത്. എത്ര ഇലക്ട്രോൺസ് ആണ് ഈ ആറ്റത്തിൽ ഉള്ളത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ M ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 3 എന്ന് കിട്ടി. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്? 2 + 8 + 3 അതാണ് 13 ആണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അതായത് ആറ്റമിക് നമ്പറും നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും എല്ലാം 13. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന, ഇതിൻ്റെ ന്യൂക്ലിയസിൽ ഇപ്പോൾ 16 ന്യൂട്രോൺസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാസ് നമ്പർ എത്രയാണ്? മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് നമുക്കറിയാം 13 ആണ്, ആറ്റമിക് നമ്പറിൻ്റെ സെയിം തന്നെ. ദെൻ നമ്പർ ഓഫ് ന്യൂട്രോൺസ് 16 തന്നിട്ടുണ്ട് ഇവിടെ. ഇനി മാസ് നമ്പർ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് 13 + 16 29. ക്വസ്റ്റ്യൻ: ഒരു ആറ്റത്തിൻ്റെ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആണ് തന്നിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മാസ് നമ്പർ ഓഫ് ദിസ് ആറ്റം? നോക്കൂ, ഇവിടെ 13 പ്രോട്ടോൺസും 14 ന്യൂട്രോൺസുമാണ് ഈ ന്യൂക്ലിയസിലുള്ളത്. അപ്പോൾ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. 13 + 14 27. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇറ്റ്സ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ? ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓരോ ഷെല്ലിലും എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണുള്ളതെന്ന് വെച്ചിട്ട് കോമ വെച്ചിട്ട് എഴുതുക. അതായത് ഫസ്റ്റ് ഷെല്ലിൽ 2, സെക്കൻഡ് ഷെല്ലിൽ 8, തേർഡ് ഷെല്ലിൽ 3. ഈ ഓർബിറ്റ് മോഡലിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കും ഇത് ഫില്ല് ചെയ്താൽ ഈ ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2h3. ക്വസ്റ്റ്യൻ, നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് തന്നിട്ടുണ്ട്. മെഗ്നീഷ്യം, കാൽഷ്യം, നൈട്രജൻ, കാർബൺ, സോഡിയം. ഓരോന്നിൻ്റെയും മാസ് നമ്പറും ആറ്റമിക് നമ്പറും തന്നിട്ടുണ്ട്. ഇനി ഈ ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഐസോടോപ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ സെയിം എലമെൻറ്റിൻ്റെ ഡിഫറെൻറ്റ്
കൈൻഡ് ഓഫ് ആറ്റംസ്, അതായത് സെയിം എലമെന്റ് എന്ന് പറയുമ്പോൾ ആറ്റമിക് നമ്പർ സെയിം ആയിരിക്കണം, അതിലെ മാസ് നമ്പറാണ് വ്യത്യാസം പെടാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ ആറ്റമിക് നമ്പർ സെയിം ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? കാർബൺ 612ഉം കാർബൺ 614ഉം. അതായത് ഇത് രണ്ടുമാണ് ഈ തന്നിരിക്കുന്ന ഗ്രൂപ്പിലുള്ള ഐസോടോപ്സ്. ഇതിലെ ആറ്റമിക് നമ്പർ സെയിം ആണ്, 6 തന്നെ, അതായത് സെയിം എലമെന്റ് ആണ്. മാസ് നമ്പർ ആണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്, അതായത് അതിന്റെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ് വ്യത്യാസമുള്ളത്, അതാണ് ഐസോടോപ്പ്. ഐസോടോപ്സ് ആറ്റംസ്, ഡിഫറെന്റ് ആറ്റംസ് ഓഫ് ദ സെയിം എലമെന്റ് ബിക്കോസ് സെയിം ആറ്റമിക് നമ്പർ, ഇനി മാസ് നമ്പർ ഡിഫറെന്റ്. അതാണ് കാരണം, നമ്മൾ ഈ രണ്ടും സെലക്ട് ചെയ്യാനുള്ള കാരണം. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഈ ഗ്രൂപ്പിൽ നിന്നുള്ള ഐസോബാസിനെ കണ്ടുപിടിക്കാം. ഐസോബാർ എന്ന് പറഞ്ഞാൽ അതിലെ മാസ് നമ്പർ സെയിം ആയിരിക്കും, ആറ്റമിക് നമ്പർ വ്യത്യാസം ഉണ്ടാകും. മാസ് നമ്പർ സെയിം ആയിട്ടുള്ളത് മെഗ്നീഷ്യവും സോഡിയവും. ഇത് രണ്ടുമാണ് ഈ തന്നിരിക്കുന്ന ഗ്രൂപ്പിലുള്ള ഐസോബാസ്. 24 ആണ് രണ്ടിലെയും മാസ് നമ്പർ, ആറ്റമിക് നമ്പർ വ്യത്യാസം. ഐസോബാസ് ആർ ആറ്റംസ് ഹാവിംഗ് ദ സെയിം മാസ് നമ്പർ, ഡിഫറെന്റ് ആറ്റമിക് നമ്പേഴ്സ്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. കോളം എയും ബിയും മാച്ച് ചെയ്യുക. ഫസ്റ്റ് ഐറ്റം പ്ലം പുഡിംഗ് മോഡൽ, അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജെ തോംസൺ. പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം റുദർഫോർഡ്. കാനൽ റേസ് ഗോൾഡ്സ്റ്റെയിൻ. ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്. Question: Atomic number and mass number of element is 15 and 31. ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട്സ് ദ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ്? നമുക്ക് ആറ്റമിക് നമ്പറും അറിയാം, മാസ് നമ്പറും അറിയാം. വാലൻസ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കണം. ആറ്റമിക് നമ്പർ 15 ആണ്. ആറ്റമിക് നമ്പർ 15 ആണെന്ന് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസും 15 തന്നെയാണ്. അപ്പോൾ ആ 15ന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? 2, 8, 5. അതായത് ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, സെക്കൻഡ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ, ബാക്കിയുള്ള 5 ഇലക്ട്രോൺസ് തേർഡ് ഷെല്ലിൽ. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2, 8, 5 ആണ്. അപ്പോൾ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ, അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ്, അപ്പോൾ 5. നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ 5 കിട്ടി. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുക. ഫൈനൽ ഷെല്ലിലുള്ള ഇലക്ട്രോൺ, അതാണ് valence electrons. Next question, how many neutrons are present in this atom? Neutrons നമുക്ക് mass number അറിയാം, atomic number അറിയാം. Mass number minus atomic number. 31 minus 15, 16 neutrons. Question, isotope of an element is used to determine the age of fossils. ഫോസിൽസിന്റെ ഏജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു എലമെന്റിന്റെ ഐസോട്ടോപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അത് ഏതാണെന്നാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഈസ് ദിസ് ഐസോട്ടോപ്പ്? കാർബണിന്റെ 14 മാസ് നമ്പർ ആയിട്ടുള്ള റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ് ഫോസിൽസിന്റെ ഏജ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. C14. കാർബൺ ആറ്റമിക് നമ്പർ 6 ആണ്, അതിലെ 14 മാസ് നമ്പർ ആയിട്ടുള്ള C14, അതാണ് നമ്മളെ ഈ ഐസോട്ടോപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഈ എലമെന്റിന്റെ മെയിൻ ആയിട്ടുള്ള വേറെ ഐസോട്ടോപ്സ് 2 പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കാർബണിന്റെ തന്നെ വേറെ കോമൺ ആയിട്ട് കാണുന്ന ഐസോട്ടോപ്സ്. കാർബൺ 12 മാസ് നമ്പറും 13 മാസ് നമ്പറുമായിട്ടുള്ള കാർബണാണ് കോമൺലി അവൈലബിൾ ആയിട്ടുള്ള അതർ കാർബണിന്റെ ഐസോട്ടോപ്സ്. റൈറ്റ് ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻ ഈച്ച് ഐസോട്ടോപ്പ്. ഈ 12, 13, 14 ഒക്കെ മാസ് നമ്പറുള്ള വേരിയേഷൻസിൻ്റെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആറ്റമിക് നമ്പർ നമുക്കറിയാം, കാർബണിൻ്റെത് 6 ആണ്. മാസ് നമ്പർ ഈ കേസിൽ 12, ഈ കേസിൽ 13, ഈ കേസിൽ 14. അപ്പോൾ മാസ് നമ്പർ മൈനസ് ആറ്റമിക് നമ്പർ കിട്ടിയാൽ നമുക്ക് നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻ C12 12 മൈനസ് 6, 6. C13 13 മൈനസ് 6, C14 14 മൈനസ് 6. ഇതാണ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ക്ലാസ് റൂം ട്യൂഷനിലേക്കും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ ഡീറ്റെയിൽസിനായി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.